പ്രൈസ് ലോർഡ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെ ധ്യാനിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സാംസ് 22, സങ്കീർത്തനങ്ങൾ 22 നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതിൽ കർത്താവിൻ്റെ മരണപുനരുത്ഥാനങ്ങളെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൽ സങ്കീർത്തനങ്ങൾ 22:6 ഇങ്ങനെ പറയുന്നത്: ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ, മനുഷ്യരുടെ പരിഹാസപാത്രവും ജനത്താൽ നിന്നതിനും തന്നെ. അപ്പോൾ ഇത് കർത്താവിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവ് പ്രവചനാത്മാവിൽ കണ്ട് എഴുതുന്ന ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ എന്നുള്ളത്. അപ്പോൾ കർത്താവിനെ ഒരു കൃമിയോട് ഉപമിച്ചത് എന്തുകൊണ്ടാണ്? ഏതാണ് ആ കൃമി? അങ്ങനെ ഒന്നുണ്ടോ ലോകത്ത്? എന്നാൽ അങ്ങനെ ഒന്നുണ്ട്. ഈ കൃമി എന്ന പദത്തിന് എബ്രായ പദത്തിൽ തോലത്ത്, കൃമി, പുഴു, റിമ എന്നൊക്കെയാണ്. റിമ്മ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തോലത്ത്, കൃമി. ഇതിന് ഈ ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഈ ഒരു തോലത്തിന് തോലത്ത് എന്ന പദത്തിന് കൃമി, പുഴു, റിമ്മ, ക്രിംസൺ യാൺ, അരക്കുപുഴു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഈ അങ്ങനെ അറിയപ്പെടുന്ന ഈ പുഴു അതിൻ്റെ ജീവിത ചക്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം യേശുക്രിസ്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, യേശുക്രിസ്തുവിൻ്റെ സ്വയം സമർപ്പിതമായ മരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിലും അതുപോലെ തിരശ്ശീലയിലും ഒക്കെ ഈ ചുമന്ന നൂൽ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഈ നൂൽ ചുവപ്പിക്ക് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൻ്റെ സെറ്റപ്പ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആ സമയത്ത് കർത്താവ് അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ റിമ, ക്രിംസൺ യാൺ, അരക്കുപുഴു എന്ന് പറയുന്ന ഈ പുഴുവിൻ്റെ സ്രവമാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ജീവിതചക്രത്തിൽ അത് മരങ്ങളിൽ നിന്നൊക്കെല്ലാം പറ്റിപ്പിടിച്ചിരിക്കുന്നതും അതിനെ എടുത്ത് ആണ് അവരതിനെ പ്രോസസ് ചെയ്തിരുന്നത്. ഈ ചുമന്ന നൂൽ ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ആ ചുമന്ന നൂൽ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രോസസ്സ് അതിൻ്റെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഈ പുഴു. ഇതിൻ്റെ പ്രജനന സമയമാകുമ്പോൾ ഈ അമ്മപ്പുഴു എന്ത് ചെയ്യും? ഒരു കരുവേലകത്തിൻ്റെ മരത്തിൽ ഒക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കയറും. നിങ്ങൾക്കത് ഇതാണ് മരം. ഇങ്ങനെയുള്ള മരത്തിൽ, ഈ മരത്തിലും അതിൻ്റെ ഇത് പാടുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള മരങ്ങളിൽ ഇത് പറ്റിപ്പിടിച്ച് കയറും. എന്നിട്ട് ഈ പുഴു അവിടെ മുട്ടയിട്ട് അതിന് ശേഷം ഈ പുഴു മുട്ടയിട്ടതിന് ശേഷം സ്വയം അത് മരണപ്പെടുകയാണ്. അത് മരണപ്പെടുന്നത് ആ മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ ശരീരം 3 ദിവസം അത് തിന്നാൻ കിട്ടും. സ്വന്തം ശരീരമാണ് ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ഉടനെ ഈ അമ്മപ്പുഴുവിൻ്റെ ശരീരം തിന്നാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അങ്ങനെയാണ് ഈ അടുത്തൊരു ജനറേഷന് ജന്മം നൽകുന്നത് ഈ പുഴു, ഈ ക്രിംസൺ യാൺ അല്ലെങ്കിൽ തോലത്ത് എന്ന് പറയുന്ന ഈ കൃമി. അപ്പോൾ ഇത് കർത്താവിൻ്റെ മരണവുമായുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, കർത്താവ് പച്ചപ്പൈൻ മരക്കുരിശുമായി കാൽവറി കൊലക്കളത്തിലേക്ക് യാത്രയാകുന്നു, സ്വയം യാഗമായി തീരുകയാണ്. അപ്പോൾ ഒരു ലെഗ്യോനിലും അധികം ദൂതന്മാരെ എനിക്ക് ആവശ്യപ്പെടാമായിരുന്നു. ഈ കർത്താവ്
വാളെടുത്ത് മഹാഭാരതത്തിന്റെ ദാസനെ വെട്ടിയപ്പോൾ ഒരു എന്താണ് ലഗ്യോനിലും അധികം ദൂതന്മാരെ ആവശ്യപ്പെടാമായിരുന്നു. കർത്താവ് സ്വയം സമർപ്പിതമായതാണ് തൻ്റെ മരണം എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ട് കൊലപ്പെടുത്തിയതല്ല. കർത്താവ് മരണത്തിനായിട്ട് തന്നെയാണ് ലോകത്തിൽ വന്നത്, മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി. ഇതൊരു വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതമാണ് ഈ ജീവിയുടേത്. അതായത് തൻ്റെ മരണമറിഞ്ഞും തൻ്റെ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് അപ്പോൾ തന്നെ മരണപ്പെടുന്ന ഒരവസ്ഥ. ഇതിൻ്റെ സ്രവം എടുത്തുകൊണ്ടാണ് ഈ ചുവന്ന നൂൽ ഉണ്ടാക്കുന്നത്. ഇത് അതിൻ്റെ കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങൾ പുറത്തു വരുവാൻ വേണ്ടിയാണ് ഇത് ത്യാഗം സഹിക്കുന്നത്. ഈ ചുവന്ന നൂൽ മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ പൊമഗ്രേറ്റ് ആയിട്ടുള്ള, അതായത് മാതളത്തിന്റെ ചിത്രത്തയ്യൽ വേണ്ടി ഇത് ഉപയോഗിച്ചിരുന്നു. മഹാപുരോഹിതന്റെ വസ്ത്രത്തിലെ മാർപ്പതക്കം പതിക്കുന്ന ആ ചട്ടക്കൂടിന്റെ ഭാഗത്ത് ഈ ചിത്രത്തയ്യലിന് വേണ്ടി ഈ ചുവന്ന നൂൽ ഉപയോഗിച്ചിരുന്നു. അതിൽ ഈ പുഴുവിന്റെ അതിന്റെ സ്രവം എടുത്ത് അവർ ഉപയോഗിച്ചിരുന്നു. നിങ്ങൾക്ക് പോയി വ്യക്തമായിട്ട് കാണാൻ കഴിയും. ജെറുസലേം ദേവാലയത്തിന്റെ മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തെയും അതിവിശുദ്ധ സ്ഥലത്തെയും വേർതിരിക്കുന്ന തിരശീല, യേശുക്രിസ്തുവിന്റെ മരണസമയത്ത് ഇത് മുകൾ താഴെ വരെ രണ്ടായി ചീന്തിപ്പോയി. വേർപാടിന്റെ നടിച്ചുവരിനിയില്ല. പുരോഹിതനെന്നോ സാധാരണ ജനങ്ങളെന്നോ വ്യത്യാസമില്ല. വിശ്വസിച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്ന ഏതൊരു ദൈവ പൈതലിനും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുവാനുള്ള അധികാരം ഇന്ന് ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ ദൈവമക്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എന്നുള്ളതാണ്. ഈ അമ്മപ്പുഴു പോയി മരിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരിച്ച് സ്വന്തം ശരീരം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതുപോലെ യേശുക്രിസ്തു സ്വയം യാഗമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇനി ഈ പുഴു മരിക്കുക മാത്രമല്ല, ഈ പുഴു മരിച്ചതിന് ശേഷം ഇതിന്റെ തോടുള്ള ഈ ഭാഗം ഇങ്ങനെ വെള്ള പഞ്ഞി പോലെ, ഇങ്ങനെ പൂപ്പൽ പോലെ വന്ന് അത് എന്ത് ചെയ്യും? അതിൻ്റെ ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ താഴേക്ക് അതിങ്ങനെ പഞ്ഞിയായി ചാടുകയാണ് ചെയ്യുന്നത്. യെശയ്യാവ് 1:18 ഇങ്ങനെ പറയുന്നുണ്ട്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ ത്യാഗമരണം നമ്മുടെ വീണ്ടെടുപ്പിനും നമ്മുടെ അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. ഒരമ്മപ്പുഴു തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യുന്നുവെങ്കിൽ ഇവിടെ കർത്താവ് ആ പച്ച പൈൻ മര കുരിശുമായി കാൽവറി ക്രൂശിലേക്ക് കയറിപ്പോയത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത് പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ട് ദാവീദ് രാജാവ് പറയുകയാണ്, ഹല്ലേലൂയ, ഞാനോ ഒരു കൃമിയത്രേ, ഞാനോ മനുഷ്യനല്ല, ഒരു കൃമി അത്രേ, മനുഷ്യന്റെ പരിഹാസപാത്രവും ജനത്താൽ നിന്നതിനും തന്നെ. എത്ര അർത്ഥവത്തമാണ്! പ്രകൃതി തന്നെ അതിനൊരു സാക്ഷ്യം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ഒരു പുഴുവെന്നല്ല. ഹല്ലേലൂയ. ദാവീദ് സ്വന്തം ജീവിതത്തെ പുഴുവിനോട് ഉപയോഗിച്ചുവെങ്കിലും യേശുക്രിസ്തു പുഴുവെന്നല്ല അതിന്റെ അർത്ഥം. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാവെന്ന പോലെ പ്രാവിനോട് ഉപമിച്ചിട്ടുണ്ട്, കാറ്റിനോട് ഉപമിച്ചിട്ടുണ്ട്, എണ്ണയോട് ഉപമിച്ചിട്ടുണ്ട് എന്ന് വെച്ച് പരിശുദ്ധാത്മാവ് എണ്ണയും കാറ്റും പ്രാവും ഒന്നുമല്ല. അതുപോലെ എന്നുള്ളൊരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. പോലെ അതുപോലെയാണ് ഈ പുഴുവിന്റെ ജീവിതം പോലെയാണ് യേശു ക്രിസ്തുവിന്റെ മരണം ലോകത്തിൽ സംഭവിച്ചത്. അത് നമ്മുടെ വീണ്ടെടുപ്പിന് കാരണമായി തീർന്നു. ഇത്രയും ത്യാഗോജ്ജലമായ ഒരു ജീവിതം, ഇത്രയും ത്യാഗപൂർണമായ ഒരു യാഗം സ്വയം സമർപ്പിതമായി കർത്താവ് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി ചെയ്തു തന്നു. ദൈവമക്കളെ, ഈ പുഴുവിനെ പോലെ വളരെ ത്യാഗപരമായി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ചുവപ്പ കർത്താവിന്റെ മരണത്തിനു ശേഷം ചോര ഒലിപ്പിച്ച്, വളരെയധികം ചോര ഒലിച്ച് ഒരു മാംസപിണ്ഡം പോലെ കിടന്നിരുന്ന കർത്താവിന്റെ ശരീരം പിന്നീട് യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കാണുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് കാണുന്നത്? അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള, അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തത്, അവന്റെ പാദങ്ങൾ ഉലിയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടൻ സദൃശ്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. യോഹന്നാൻ പത്രോസും കാണുമ്പോൾ എങ്ങനെയാണ് കാണുന്നത്? യോഹന്നാനും പത്രോസും കാണുമ്പോൾ പത്രോസ് മറുരൂപയിൽ മരയിൽ വെച്ച് കാണുമ്പോൾ കാണുന്ന ദർശനം എങ്ങനെയാണ്? ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്തത്രയും വെളുത്ത ആ കർത്താവിന്റെ തേജസ്സുള്ള ശരീരത്തെ
കാണുകയാണ്. ദാനിയേൽ കാണുകയാണ് മനുഷ്യപുത്രനോട് സദൃശനായ തീയിലിറങ്ങി വന്നത് കാണുകയാണ്. അല്ല, നമ്മുടെ പാപങ്ങളെ ചുമപ്പാൻ കർത്താവ് മതിയായവനാണ്. കർത്താവിൻ്റെ രൂപവും പുഴുവുമായിട്ടല്ല വർണ്ണിക്കേണ്ടത്. കർത്താവിൻ്റെ ത്യാഗമരണത്തെ ഈ പുഴുവിൻ്റെ ജീവിത ചക്രം പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇത് പ്രവചനാത്മാവിൽ ദാവീദ് രാജാവ് ഹല്ലേലൂയ കാണുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ വചനത്തിന്റെ ഭാഗം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എത്രത്തോളം ഹല്ലേലൂയ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടക്കുവാൻ പോകുന്ന മഹാബലി, ആ മഹാത്യാഗം, യാഗം അത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പ്രകൃതി പോലും അതിനൊരു പാഠം നമുക്ക് മുൻപിൽ വെച്ചിരിക്കുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിന് വേണ്ടി ഇനിയും സമർപ്പിക്കപ്പെട്ടിട്ടില്ലേ പൂർണ്ണമായൊരു സമർപ്പണം? ഹല്ലേലൂയ. ഒരു പുഴു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മരണം ഏറ്റുവാങ്ങുന്നത് പോലെ കർത്താവ് ഏകജാതനായി ഭൂമിയിൽ വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം വിശ്വസിക്കുന്ന ഏവർക്കും മക്കളാകുവാനുള്ള അവകാശവും ഹല്ലേലൂയ അവകാശവും കർത്താവ് നമുക്ക് നൽകി തന്നു. അല്ലേ? അതുകൊണ്ടല്ലേ വചനം പറയുന്നത് ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്ക് രക്ഷയ്ക്ക് ഏക വഴി യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. ദൈവ മക്കളാകുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു, അല്ലേ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി ത്യാഗമായി തീർന്നു. ഒരു പുഴു തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ത്യാഗമരണം സ്വീകരിച്ചുവെങ്കിൽ കർത്താവ് സകല ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾ ഈ മിനിസ്ട്രിയെ, ഈ യൂട്യൂബിലൂടെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ഒരു മിനിസ്ട്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക്